ഹായ് ഓൾ വെൽക്കം ബാക്ക്. അപ്പം നിങ്ങൾ ഫ്രഷ് മീനൊക്കെ വാങ്ങിക്കുമ്പോൾ എങ്ങനെയാണ് ഫ്രിഡ്ജിൽ അല്ലെങ്കിൽ ഫ്രീസറിനകത്ത് നിങ്ങൾ സ്റ്റോർ ചെയ്യുക? ഞാൻ സാധാരണ ഈ നന്നാക്കി കൊണ്ടുവന്ന മീൻ അങ്ങനെ തന്നെ ഫ്രീസറിനകത്ത് വെക്കുക ചെയ്യുക. പക്ഷെ അതൊരു 3-4 അല്ലെങ്കിൽ ഒരു 3 ദിവസം കഴിഞ്ഞ് നമ്മൾ എടുക്കുമ്പോൾ കറിയൊക്കെ ഉണ്ടാക്കുമ്പോൾ ഒരു ഉണക്ക ചുക അല്ലെങ്കിൽ ചീച്ചിൽ ചുക വരും. അപ്പം ഇങ്ങനെ സ്റ്റോർ ചെയ്യണതായിരിക്കും നല്ലത് കേട്ടോ. നമുക്ക് വെട്ടി നുറുക്കി കൊണ്ടുവന്ന മീൻ, ഇത് കേര ഫുൾ മീൻ വെട്ടി നുറുക്കി കൊണ്ടുവന്നതാണ്. അത് നമ്മൾ വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ട് നമ്മൾ മുങ്ങി വെക്കുന്ന രീതിയിൽ വെച്ചിട്ട് നമ്മൾ ഫ്രീസറിനകത്ത് ഇതുപോലെ ഐസാക്കി വിട്ടാൽ പിന്നെ ഒരു ചീച്ചിലും ഒരു ഉണക്കച്ചുകയും വരില്ല കേട്ടോ. നമ്മൾ രാവിലെ എടുത്ത് പുറത്തേക്ക് വെച്ചാൽ മതി. ഇന്ന് ഉച്ചയ്ക്ക് നമ്മൾ കറി ഉണ്ടാക്കാനാണെങ്കിൽ രാവിലെ പുറത്ത് വയ്ക്കുക. അപ്പോൾ ഇതിൻ്റെ ഐസൊക്കെ പോവും. പിന്നെ ഉച്ചയാകുമ്പോഴേക്കും ഐസ് പോയത് കണ്ടില്ലെങ്കിൽ നമ്മൾ മൈക്രോവേവിൽ ഒന്ന് ഡീഫ്രോസ്റ്റ് ചെയ്താൽ മതി. അല്ലെങ്കിൽ ആ വെള്ളം മാറ്റിയിട്ട് നല്ല വെള്ളം ചേർത്ത് നമ്മൾ പുറത്ത് കഴിയുമ്പോഴേക്കും ഇതിൻ്റെ ഐസൊക്കെ പോയി നമ്മൾ കറി ഉണ്ടാക്കുമ്പോൾ നല്ല ഫ്രഷ് ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. ഉണക്കച്ചുകയൊന്നും വരത്തില്ല. അപ്പോൾ നിങ്ങൾ ആ ഒരു ടിപ്പ് കയ്യിൽ വയ്ക്കുക, സൂക്ഷിക്കുക, അതുപോലും ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ ഇതൊരു ഫുൾ കേര മീനാണ്. ഇതിൻ്റെ തലഭാഗവും പിന്നെ വാലിൻ്റെ ഭാഗങ്ങളും കുറച്ച് കഷ്ണങ്ങളൊക്കെ ആയിട്ട് എടുത്തിട്ടുണ്ട് വറുക്കാനും പിന്നെ നമുക്ക് മീൻ വറ്റിക്കാനും. അപ്പോൾ എളുപ്പമുള്ളൊരു മീൻ വറ്റിക്കൽ ഞാൻ റെസിപ്പി കാണിക്കുന്നുണ്ട്. അപ്പോൾ ഏറ്റവും ആദ്യം നമുക്കിതിൻ്റെ ഇൻഗ്രീഡിയൻസ് ഒക്കെ റെഡിയാക്കാം. അതേ പച്ചമുളക്, കറിവേപ്പില, ഇഞ്ചി, വെളുത്തുള്ളി, ചുവന്നുള്ളി ഇതെല്ലാം കൂടി ഞാൻ അരിഞ്ഞിങ്ങനെ വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു പാത്രത്തിൽ നമ്മൾ കുടംപുളി കഴുകി വൃത്തിയാക്കി വെള്ളത്തിലിട്ട് വെച്ചേക്കുന്നത്. പിന്നെ നമുക്ക് കടുകും ഉലുവയും മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി വേണ്ട കേട്ടോ, അതറിയാണ്ട് വന്നതാണ്. പിന്നെ കുരുമുളകും അതുപോലെ ഒരു ഫിഷ് മസാല എടുത്തിട്ടുണ്ട്. ഉണക്കമുളകും ഇരിപ്പുണ്ട്. അപ്പോൾ നമുക്കിനി ഉണ്ടാക്കാം. നമ്മൾ മൺചട്ടിയിലാണ് ഉണ്ടാക്കുന്നത്. ചൂടാവുമ്പോൾ നമുക്ക് വെളിച്ചെണ്ണ ഇടാം. അപ്പോൾ എണ്ണ ചൂടായി കഴിയുമ്പോൾ നമുക്കൊരു 1/2 ടീസ്പൂണ് കടുകും ഉലുവയും ഇട്ട് കൊടുക്കാം. പൊട്ടിയതിന് ശേഷം നമുക്ക് ഉണക്കമുളകും പിന്നെ അതുപോലെ നമ്മൾ അരിഞ്ഞു വെച്ചേക്കുന്ന സംഭവങ്ങളൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഈ കൂട്ടിൽ നിന്ന് നമ്മൾ മല്ലിപ്പൊടി മാറ്റാം കേട്ടോ, അത് നമുക്ക് ആവശ്യമില്ല. പിന്നെ നമുക്ക് കാശ്മീരി ചില്ലി പൗഡർ ആവശ്യം വരും. അത് ഞാൻ പുറത്ത് വെച്ചില്ല, വെക്കും. പിന്നെ അതുപോലെ ഇന്നലെ കുക്ക് ചെയ്യണ നേരത്ത് നമുക്ക് ഉപയോഗിച്ച് കഴിഞ്ഞ ഓരോ സാധനങ്ങൾ തിരിച്ച് അതിൻ്റെ സ്ഥലത്ത് തന്നെ വെക്കുകയും നമ്മൾ അതിൻ്റെ ഒപ്പം തന്നെ ക്ലീൻ ആക്കുകയും ചെയ്തുകൊണ്ട് നമ്മുടെ പകുതി ജോലി കഴിയേ. പിന്നെ സൈഡിൽ നമ്മൾ ഫിഷും ഫ്രൈ ചെയ്യാണ്. ഇപ്പം ഞാൻ ഫിഷ് ഫ്രൈ ചെയ്യാൻ ഉപയോഗിക്കുന്ന പാത്രം നിങ്ങൾക്ക് കാണാം. ദോശ ഉണ്ടാക്കുന്ന കല്ലാണ് കേട്ടോ. ഇതിപ്പോൾ നമ്മൾ ഇനി അടുത്ത പ്രാവശ്യം ദോശ ഉണ്ടാക്കുമ്പോൾ അടി പിടിക്കില്ലേ എന്ന് പറഞ്ഞാൽ അതിൻ്റെ സൂത്രമൊക്കെ കാണിച്ചു തരാം കേട്ടോ. ഞാൻ അടുത്ത വീഡിയോയിൽ അത് ഷെയർ ചെയ്യുന്നതായിരിക്കും കേട്ടോ.
അപ്പോൾ നമ്മുടെ ചുവന്നുള്ളി, വെളുത്തുള്ളി, ഇഞ്ചിയൊക്കെ അത്യാവശ്യം വാടിയിട്ടുണ്ട്. നമുക്കിതിങ്ങനെ ലൈറ്റ് ബ്രൗൺ ആയാൽ മതി, അധികം വറവാവൊന്നും വേണ്ട. ഇതിലേക്ക് നമുക്ക് മുളക് പൊടി, എരിവിനനുസരിച്ച് മുളക് പൊടി. ഇപ്പോൾ ഇതിനകത്ത് പറയുമ്പോൾ ഒരു 1.5 ടീസ്പൂൺ ഞാൻ മുളക് പൊടി ചേർത്തിട്ടുണ്ട്. പിന്നെ മഞ്ഞൾപ്പൊടി നമ്മളൊരു 1/2 ടീസ്പൂൺ. ഇത് കുറച്ചുള്ളൂ കേട്ടോ, ഒരു തല കഷ്ണങ്ങൾ മാത്രം എടുത്തിട്ടാണ് ഞാൻ കറി ഉണ്ടാക്കുന്നത്. പിന്നെ അതുപോലെ നമുക്ക് കാശ്മീരി ചില്ലി പൗഡർ നമുക്കൊരു 2 ടീസ്പൂൺ ഉപയോഗിക്കാം, അതിനധികം എരിവൊന്നുമില്ല. പിന്നെ ഒരു 1/2 ടീസ്പൂൺ നമ്മൾ ഫിഷ് മസാല ചേർക്കുന്നുണ്ട്. പിന്നെ കുറച്ച് കുരുമുളക്, ഇതുപോലെ ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പൊടികൾ നന്നായിട്ട് മൂത്തതിന് ശേഷം നമ്മൾ വെള്ളത്തിലിട്ട് വെച്ച കുടംപുളി വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇത് നന്നായിട്ട് തിളച്ച് എണ്ണ തെളിഞ്ഞ് വരണം. നമ്മൾ ഓരോ പ്രാവശ്യം വെള്ളം ചേർക്കുമ്പോൾ ഇത് തിളച്ച് എണ്ണ തെളിഞ്ഞ് വരണം കേട്ടോ. അപ്പോൾ ഇതിന് ശേഷം നമുക്ക് ആവശ്യത്തിനുള്ള തിളച്ച വെള്ളം ചേർത്ത് കൊടുക്കാം, നമുക്ക് ഗ്രേവിക്ക് വേണ്ടിയിട്ട്. ഈ സമയത്ത് നമുക്ക് ഉപ്പും പുളിയും ഒക്കെ ഉണ്ടോ നോക്കാം കേട്ടോ. പുളി കുറവാണെങ്കിൽ കുറച്ചും കൂടി കുടംപുളി ചേർത്ത് കൊടുക്കാം, ഉപ്പ് കുറവാണെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായി തിളച്ച് എണ്ണ തെളിഞ്ഞ് വരണം. എന്നിട്ട് വേണം നമുക്ക് മീനിട്ട് കൊടുക്കാൻ. മീനിട്ടതിന് ശേഷം നമുക്ക് തിളപ്പിക്കാം. ഒരു 20 മിനിറ്റിലൂടെ നമ്മുടെ മീൻ വെന്ത് കിട്ടുകയും ചെയ്യും. പിന്നെ നിങ്ങളുടെ ഗ്രേവിക്ക് അനുസരിച്ച് വേണം കുറയ്ക്കാനും കൂട്ടാനൊക്കെ ആയിട്ട്. എണ്ണ തെളിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ കറി റെഡിയാവും. മീനിട്ട് കഴിയുമ്പോൾ കയ്യിലിട്ട് ഇളക്കാതിരിക്കുന്നതാണ് കേട്ടോ നല്ലത്. നിങ്ങൾക്ക് പറ്റുകയാണെങ്കിൽ മാത്രം ഇങ്ങനെയൊക്കെ ചെയ്താൽ മതി, അല്ലെങ്കിൽ ജസ്റ്റ് ആ ഒരു ചട്ടിയുടെ 2 സൈഡിലും പിടിച്ചിട്ട് ഒന്ന് ഷേക്ക് ചെയ്ത് കൊടുത്താൽ മതിയേ. ഇനി നമുക്ക് തിളയ്ക്കാൻ വയ്ക്കാം. ഇപ്പോൾ മീൻ കറി നന്നായി തിളച്ചിട്ടുണ്ട്, എണ്ണമയമൊക്കെ തെളിഞ്ഞ് വരുന്നുണ്ട്. അപ്പം മീൻ എന്തായാലും ഒന്ന് വെന്തിട്ടുണ്ട് കേട്ടോ. അപ്പം ഇനി ഇരിക്കും തോറുമാണ് ഈ കറിക്കൊരു ടേസ്റ്റ് വരാം. അപ്പം നിങ്ങളിത് കുക്ക് ചെയ്യുമ്പോൾ തന്നെ ഇതിന് ഉപ്പും പുളിയും എരിവും ഒക്കെ ഉണ്ടോ നോക്കാം. എരിവില്ലെങ്കിൽ നിങ്ങൾക്ക് ഈ സമയത്ത് മുളക് പൊടി കുറച്ച് ചേർക്കാം. പിന്നെ ഇത്തിരി ഒരു കുറുകൽ വേണമെന്നുണ്ടെങ്കിൽ കാശ്മീരി ചില്ലി പൗഡർ ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ ഇച്ചിരി ഒന്ന് കുറുകി കിട്ടും. അപ്പോൾ അതാ നമ്മുടെ എരിവായിട്ടുള്ള മീൻ വറ്റിച്ചത് റെഡി ആയിട്ടുണ്ട്. ഇത് അടിപൊളി ടേസ്റ്റാണ്, നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. വളരെ എളുപ്പത്തിലുള്ള മീൻ വറ്റിച്ച കറി. അപ്പോൾ ഇത് ജസ്റ്റ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യണതാണ് കേട്ടോ. ഈ ഒരു
പ്രോഡക്റ്റ്സ് കേട്ടോ. ഇത് ചോക്ലേറ്റ്സ് ആണ്. ഒരെണ്ണം മിൽക്ക് ചോക്ലേറ്റും ഒരെണ്ണം നട്ട്സൊക്കെ മിക്സ് ചെയ്തിട്ടുള്ള ഒരു മിൽക്ക് ചോക്ലേറ്റ്. ഇത് നമ്മുടെ മൂഴിക്കുളം ഭാഗത്ത്, അതായത് മൂഴിക്കുളം പുതിയ പള്ളി പണിതല്ലോ, അതിൻ്റെ ഒരു ഫ്രണ്ട് ഭാഗം എന്ന് പറയുന്നത്, അവിടുന്ന് നമ്മൾ റൈറ്റ് എടുത്താൽ ഇവരുടെ ഓൺ ഫാക്ടറി ഉണ്ട്. ഇവരുടെ വീടിൻ്റെ അടുത്ത് തന്നെ ഒരു ഫാക്ടറിയാണ്. ഇവരുടെ കൊക്കോ തന്നെ ഉപയോഗിച്ച് അവരുണ്ടാക്കുന്ന ചോക്ലേറ്റ്സ് ആണ്. നമ്മൾ ഓർഡർ ചെയ്താൽ നമുക്ക് ബൾക്കായിട്ട് ഇവരിൽ നിന്ന് നമുക്ക് വാങ്ങിക്കാൻ പറ്റും. എല്ലാം വളരെ നാച്ചുറലായിട്ടുള്ള സംഭവങ്ങൾ ഉപയോഗിച്ചുണ്ടാക്കിയതാണ്. അപ്പം ഞാനിതൊന്ന് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു, നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ. അവരുടെ ഈ ചോക്ലേറ്റ് എന്ന് പറയുന്നത് ഭയങ്കര സോഫ്റ്റും ഭയങ്കര സ്മൂത്താട്ടോ. നമ്മുടെ വായിലൊക്കെ ഇട്ട് കഴിഞ്ഞാൽ കഴിച്ചു തുടങ്ങുമ്പോൾ ഇത് അലിഞ്ഞങ്ങ് പോകും. അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ ഫ്രിഡ്ജിൽ വെക്കണം. നമ്മൾ പുറത്ത് വെച്ചാൽ പെട്ടെന്ന് അങ്ങോട്ട് ഇങ്ങനെ ഭയങ്കര സോഫ്റ്റാവും. അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ അവരുടെ ചോക്ലേറ്റ്സ്. അവരിങ്ങനെ ബർത്ത്ഡേക്കൊക്കെ വേണ്ടിയിട്ടുള്ള ചെറിയ ചെറിയ ചോക്ലേറ്റ്സ് ഇല്ലേ, അങ്ങനെയും അവർ നമുക്ക് ഉണ്ടാക്കി തരും കേട്ടോ. അപ്പോൾ നമ്മൾ പറഞ്ഞാൽ മതി എത്ര വേണം എന്നുള്ളത്. ഇവരത് ഉണ്ടാക്കിയ ഷോപ്സിന് വേണ്ടിയിട്ട്, കടകൾക്ക് വേണ്ടിയിട്ടൊക്കെ ഉണ്ടാക്കി കൊടുക്കുന്നുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും ഇവരുടെ അഡ്രസ്സൊക്കെ ഞാൻ താഴെ മെൻഷൻ ചെയ്യാം, മറന്നിട്ടില്ലെങ്കിൽ. ഇല്ലെങ്കിൽ ഞാൻ കമൻസിൽ ഇടാം, നിങ്ങളൊന്ന് എന്നെ ഓർമ്മിപ്പിച്ചാലും മതി കേട്ടോ. പിന്നെ ഉള്ളത് അവരുടെ ഈ ഒരു സ്പ്രെഡാണ്, പീനട്ട് സ്പ്രെഡ്. ഇതിൻ്റെ ആൽമണ്ട് സ്പ്രെഡ് ഉണ്ടോയെന്ന് എനിക്കൊരു സംശയം, എനിക്ക് ഓർമ്മയില്ല. എന്തായാലും ഇത് ഞാനാണ് ആദ്യം ട്രൈ ചെയ്തത്. ഐ മീൻ ചോക്ലേറ്റ്സ് ട്രൈ ചെയ്യണേക്ക് മുന്നേ. അപ്പം നല്ല സ്മൂത്തും നല്ല ക്രീമിയും നല്ല എന്താ പറയുക, നല്ല സ്വീറ്റും ആണ് കേട്ടോ. ഇതിന് 350 റുപ്പീസാണ് 500 ഗ്രാമിന്. അപ്പോൾ ഈ ചോക്ലേറ്റ്സും സ്പ്രെഡും കൂടാതെ അവർ ഈ ഒരു സംഭവം കൂടി ഉണ്ടാക്കുന്നുണ്ട്. ഇത് കൊക്കോ ബട്ടർ 100% നാച്ചുറൽ പ്യുവർ എന്നാണ്. അവരുടെ ഫീൽഡിൽ നിന്ന് തന്നെ കിട്ടുന്ന കൊക്കോ കൊണ്ടാണ് കേട്ടോ ഇതൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ഇത് 100 ഗ്രാംസിന് 180 റുപ്പീസ്. ഇത് റാഷസ്, ഡ്രൈ സ്കിൻ, സ്ട്രെച്ച് മാർക്സ്, അതുപോലെ നമ്മുടെ ക്രാക്ഡ് ഹീൽസൊക്കെ ഉണ്ടെങ്കിൽ ഇത് ഭയങ്കര ഒരു നല്ലൊരു എന്താ പറയുക, ബട്ടറാണ്. നമുക്ക് അപ്ലൈ ചെയ്താൽ നല്ല സോഫ്റ്റാവും, സ്കിന്നൊക്കെ നല്ല സോഫ്റ്റാവും. ഞാൻ ട്രൈ ചെയ്തിട്ടുണ്ട്, എനിക്കിഷ്ടപ്പെട്ടു. പക്ഷെ നമ്മൾ സാധാരണ മോയ്സ്ചറൈസറൊന്നും ഉപയോഗിക്കുന്ന പോലെയല്ല, ഇത് ശരിക്കും ഒരു ബട്ടറാണ്. നമ്മുടെ സാധാരണ ബട്ടറൊക്കെ നമ്മൾ ഫ്രിഡ്ജിൽ വയ്ക്കുമ്പോൾ നല്ല കട്ടിയായിട്ട് കിട്ടില്ലേ, അതുപോലെയാണ് ഇതിരിക്കുന്നത്. തണുപ്പ് കാലത്തൊക്കെ ഇതിങ്ങനെ ഭയങ്കര കട്ടിയായിട്ടിരിക്കും. അപ്പം നമ്മൾ ശരിക്കും ഒന്ന് എന്താ പറയുക, ഇങ്ങനെ സ്കൂപ്പ് ചെയ്തെടുക്കേണ്ടി വരും. അല്ലെങ്കിൽ ജസ്റ്റ് വാസ്ലീനൊക്കെ എടുക്കുന്ന മാതിരി നമ്മളിങ്ങനെ എടുത്ത് നമ്മൾ അപ്ലൈ ചെയ്യണം. ഇത് എന്താ പറയുക, ശരിക്കും നല്ലൊരു മോയ്സ്ചറൈസിങ് ബട്ടറാണ് കേട്ടോ. ഇത് ചൂട് കാലത്തൊക്കെ ഇപ്പം അത്യാവശ്യം ഒന്ന് സോഫ്റ്റാകും, പക്ഷെ എന്നാൽ വലിയ സോഫ്റ്റ് ആവത്തില്ല. ശരിക്കും ഒരു ലോഷൻ പോലെയോ ക്രീം പോലെയോ ഒന്നും ആവത്തില്ല. പക്ഷെ അത് കുറച്ച് മതി, കുറേ നാൾ നിൽക്കും. ഇത്തിരി എടുത്ത് രാത്രി ഇതുപോലെയൊക്കെ ഒന്ന് അപ്ലൈ ചെയ്ത് നമ്മുടെ പ്രോബ്ലമാറ്റിക് പ്രോബ്ലംസ് ഉള്ളിടത്തൊക്കെ അപ്ലൈ ചെയ്ത് നമ്മൾ സ്ഥിരമായിട്ട് ഇത് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ സ്കിന്നൊക്കെ നല്ല സോഫ്റ്റ് ആവും കേട്ടോ, നല്ല സ്മൂത്ത് ആൻഡ് സോഫ്റ്റ് ആവും. അപ്പം നിങ്ങൾ ഈ മൂഴിക്കുളം ഭാഗത്തോ അല്ലെങ്കിൽ മൂഴിക്കുളം ചുറ്റുമുള്ള ആരെങ്കിലുമൊക്കെ ആണെങ്കിൽ നിങ്ങൾക്കൊന്ന് പോയി നോക്കാം അവിടെ. ഇവരുടെ ഫോൺ നമ്പറൊക്കെ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ തരുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് പോയി ട്രൈ ചെയ്യാം. അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ അതുപോലെ കാണിക്കുന്ന റെസിപ്പീസൊക്കെ നിങ്ങൾ ട്രൈ ചെയ്യുക കേട്ടോ. ട്രൈ ചെയ്തിട്ടുണ്ടെങ്കിൽ താഴെ കമൻറ്റും ചെയ്യുക. താങ്ക്